ചെമ്പനീർ പൂവിൻ്റെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രുതി പറയുന്നുണ്ട് എനിക്ക് കാലിന് വേദനയാന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അന്നേരപ്പോഴത്തേക്കും ശ്രുതിനെ ഇങ്ങനെ വാരി ഇങ്ങനെ എടുക്കുക കേട്ടോ. എടുത്തിട്ട് അകത്തേക്ക് കയറി പോകുവാണ്. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോഴത്തേക്കും ചോദിക്കും ഇതെന്താന്ന് ഇങ്ങനെ ചോദിക്കും. അവരുടെ അമ്മ ചോദിക്കുവാണ് ചന്ദ്രമതി. അപ്പോൾ പറയാം അതെ ശ്രുതിയുടെ കാലിന് വേദനയാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയാം അതെ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് നല്ലതാണ് കൊതിയാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നന്നായി ഇങ്ങനെ സ്നേഹിച്ച് ഒത്തിരി നാൾ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ അവരോടത്ത് പറയുകയാണ് നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് സന്തോഷമാകുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നു കണ്ടോ ഈ അമ്മേനെ പോലെ അമ്മയ്ക്ക് കിട്ടാൻ തന്നെ ഭാഗ്യമാണ്. കാരണം വേറെ ഏതെങ്കിലും അമ്മമാരാണെങ്കിലും ഇപ്പം ഞാൻ നിന്നെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞേനേന്ന് പറയുന്നു. അങ്ങനെ മരുമോളെ എടുത്തതിന് തന്നെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഈ അമ്മ കണ്ടോ അങ്ങനെയൊന്നും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ശ്രുതി തോണ്ടു കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറയും ഒന്ന് പോയേന്ന് പറഞ്ഞ് ഒന്ന് പോയേന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം ഞാനല്ലേ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നേ, അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിട്ട് അപ്പോൾ ശ്രുതി പറയും ഇല്ല എന്ന് പറഞ്ഞിട്ട് മൂക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ തട്ടുവാണ്. അതിനുശേഷം അവരിങ്ങനെ ഇരിക്കുക കേട്ടോ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ പാലെടുത്തിട്ട് വരാം കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി അവർക്ക് പാലെടുക്കാനായിട്ട് ചെല്ലും കേട്ടോ. പാലെടുക്കാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പാലൊന്നും അവിടെ എങ്ങും കാണുന്നില്ല. അവിടെ അപ്പോഴത്തേക്കും ചോദിക്കും ഇവിടെ ഇന്ന് ഫ്ലാസ്ക് എന്തെന്ന് ചോദിക്കുന്നുണ്ട് രേവതിയോട്. അപ്പോൾ രേവതി ചോദിക്കുക അതിനാ നിങ്ങൾ കണ്ണ് കാണത്തില്ല അത് ഫ്രണ്ടിലിരിക്കുന്ന എന്നാന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഫ്ലാസ്ക് എടുത്തിട്ട് അതിൽ നിന്ന് പാലെടുത്ത് ഒഴിച്ചുകൊണ്ട് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും പറയും അതെ ശ്രുതിക്ക് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും എനിക്ക് വേണ്ട അത് ശ്രുതിക്ക് കൊടുക്കാൻ പറയും. അപ്പം പറയും ശ്രുതിയെ രാത്രിയിൽ പാല് കുടിക്കാറില്ല, അവൻ രാത്രി കോഫിയെ കുടിക്കാറുള്ളൂ, മോൾ ഈ പാല് കുടിക്കും, മോൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാന്ന് പറയുന്നു. അങ്ങനെ അപ്പോൾ ശ്രുതി പറയുന്നത് ഞാൻ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്ന് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പാലവിടെ വെക്കുകയാണ്. ചന്ദ്രമതി എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട് നിങ്ങൾക്ക് കണ്ണുദോഷം കിട്ടാതിരിക്കാൻ എന്നിങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് രേവതി അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണുദോഷം കിട്ടുമെന്നേ, മറ്റുള്ളവരുടെ കണ്ണുദോഷം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. രേവതിനെ നോക്കി ഇങ്ങനെ രേവതിനെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിൻ്റെ കണ്ണുദോഷം കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടാണ് ഇവരോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ സംസാരിച്ചിട്ട് രേവതി അപ്പുറത്തേക്ക് മാറുമ്പോഴത്തേക്കും സച്ചിന് സച്ചി ഇങ്ങനെ ഒന്ന് വീഴാൻ തുടങ്ങും. ആരാടാ എന്നെ തള്ളിയിട്ടതെന്ന് പറഞ്ഞ് സച്ചി നല്ല ആട്ടമാണ്. സച്ചിക്ക് രണ്ട് കാലിൽ നിൽക്കാൻ പറ്റത്തില്ല. സച്ചി എന്നിട്ട് വന്നിട്ട് ടേബിളിൽ മുകളിലൊക്കെ കയറിയിരിക്കുവാണ്. എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ത് ചെയ്യുന്നു വെച്ചിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ടേബിളിന് ഇത് വണ്ടി അല്ലായിരുന്നു അല്ലേ, അയ്യോ ഇത് വീടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് ഒരു ലെവലും ഇല്ലാതാണ് സച്ചി. അപ്പോഴത്തേക്ക് രേവതി പറയത്തെ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, നിങ്ങൾ റൂമിലേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കുക കേട്ടോ. വിട്ടോ നീ എൻ്റെ കയ്യിലേക്ക് വിട്, നീ എന്നോടത്ത് നുണ മാത്രമേ പറയത്തുള്ളൂ, നീ എൻ്റെ അടുത്ത് ഒരു സത്യം പറയത്തില്ല എന്ന് പറഞ്ഞ് രേവതിനെ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുക്കണം. അപ്പോൾ രേവതി ഒരു തൂണിൻ്റെ ചുവട്ടിലായിട്ട് പോയി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുവാണ്. ശ്രുതി ചോദിക്കുക എന്താ സച്ചി ഇതെന്ന് ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുക. നീ മിണ്ടരുത്, നീ ഒരുത്തൻ കാരണോ അവൾക്ക് കാരണോ ഞാൻ ഈ ഗതിയായത്, നീ വീട്ടിലുള്ള കടമെല്ലാം വരുത്തി വെച്ചു, അത് അങ്ങനെ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ പറയട്ടെ. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുവാണ്. കുറേ ഡിഗ്രിയൊക്കെ വാങ്ങി കൂട്ടിയെന്നല്ലാതെ നീ വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടാ, ഒരു രൂപ നീ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ, ഈ വീട്ടിലെ ചിലവ് നോക്കുന്നത് ഞാനാ കേട്ടോ, പൗഡർ ഏടത്തിന്നും ചോദിച്ചിട്ടാണ് പറയുന്നത്. ശ്രുതിനെ പൗഡർ ഏടത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ അമ്മ ചന്ദ്രമതി പറയും അവൻ ഇവിടെ പൈസയൊക്കെ വീട്ടിൽ തരാറൊന്നുമില്ല, ഒരു രൂപ അവൻ തരാറില്ല, ഈ വീട്ടു ചിലവും മറ്റാവശ്യങ്ങളും എല്ലാം ഞാൻ നടത്തുന്നത്, എൻ്റെ തലയിൽ ഒരു ലോഡ് ബാധ്യതകളുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ ശ്രുതിയോട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഇതെല്ലാം വീട്ടണം, എനിക്ക് സമാധാനമില്ല, എനിക്കൊരു ഇങ്ങനെ അതിൻ്റെ കൂടെ അവൾ ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് രേവതിനെയും പറയുന്നുണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് രേവതിയോടും പറയുന്നുണ്ട്. രേവതി പിന്നെ റൂമിലേക്ക് കൂട്ടാൻ വിളിക്കുമ്പോഴത്തേക്കും രേവതിയോട് വിളിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് ചന്ദ്രമതി ഇവനെ റൂമിലേക്ക്. പക്ഷെ ഇവൻ പോകാൻ കൂട്ടാക്കുന്നില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതിനെ ശ്രുതി വിവാഹം കഴിക്കാനിരുന്ന കാര്യവും പിന്നെ അവൻ വരുത്തി വെച്ച കടത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമല്ലോ. അപ്പോൾ അവൻ ഓരോന്നൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയും അതെ അവൻ വെളിവില്ലാതെ പറയുന്ന മോളൊന്നും വിശ്വസിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ ഒളിച്ചോടിയ കാര്യമൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിക്ക് അത്ര വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ അവൻ പറയുന്നത് എന്തൊക്കെയോ ഉണ്ടെന്ന് ശ്രുതിക്ക് തോന്നുന്നുണ്ട്.
രവീന്ദ്രൻ വന്ന് ചോദിക്കും നീ എന്താ നീ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കുടിച്ചു എന്ന് പറയും. അപ്പോഴത്തേക്കും ചന്ദ്രമതി എന്താ നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ലേ, അവൻ കുടിച്ചു 4 കലയിലാണ് നിൽക്കുന്നത്, ആട്ടവാ തുണി അഴയിൽ ഇളക്കിയിട്ട പോലെ ആട്ടവാ, നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലായിട്ടില്ലേ, അവനെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിർത്തത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ പറയും അതെ ഞാൻ കുടിച്ചു, ഞാൻ കുറച്ച് പാലെടുത്ത് കുടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ശ്രുതിക്ക് വെച്ചിരുന്ന പാലൊക്കെ എടുത്തിട്ട് ഇവൻ കുടിക്കും. അപ്പോഴത്തേക്കും ഇവൻ പാലെടുത്ത് കുടിക്കുമ്പോഴത്തേക്കും ഒരു അയ്യോ ആ പാല് കുടിക്കില്ല, ഞാൻ എൻ്റെ ശ്രുതിമോൾക്ക് വെച്ചതെന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട്. പക്ഷെ അവൻ ആ പാലൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അവന് ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് ഓരോന്ന് ഇവരുടെ സംസാരിച്ചുകൊണ്ട് വിക്കിള് പോലെ വരുവാണ്. അപ്പോൾ അവൻ ഇവിടെ നിന്ന് പാലൊക്കെ എടുത്തങ്ങ് കുടിച്ചു. ഞാനിവിടെ നിന്ന് പാലാ കുടിച്ചതെന്ന് പറയുന്നു. എന്നിട്ട് പറയും അവളോട് പറയും മോളെ നീ എന്നാൽ ഇവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. പക്ഷേ രേവതി പറഞ്ഞിട്ടൊന്നും അവൻ കൂട്ടാക്കണില്ല റൂമിലേക്ക് പോകാനായിട്ടൊന്നും. ചന്ദ്രമതി ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു നീ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയും നിങ്ങൾക്ക് എന്നെ മിണ്ടായിരിക്കാനല്ലേ പറ്റുള്ളൂ, സച്ചി അവനെ മര്യാദയ്ക്ക് നിങ്ങൾ നിർത്തുക, അവൻ കുടിച്ചിട്ടുണ്ട്, അവൻ എന്നതൊക്കെയാണ് വിളിച്ച് പറയണേന്ന് കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനെ സച്ചിനെ പറയുന്നുണ്ട്. രേവതിക്കും രവീന്ദ്രനൊക്കെ ഈ സച്ചിയുടെ ഈ സച്ചിയുടെ ഇങ്ങനെ കുടിച്ചു വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര വിഷമം. രവീന്ദ്രൻ്റെ കണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞ് വിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. രേവതി അതേ കരച്ചിലൊക്കെ രേവതിക്കും വരുന്നുണ്ട്. പക്ഷേ മുദ്ദു കുടിയാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വിളിക്കുമ്പോഴത്തേക്കും പറയും ഞാൻ കുടിയനൊന്നും അല്ല, എൻ്റെ മനസ്സിനൊരു അസുഖം വന്നു, അപ്പോൾ മനസ്സിൻ്റെ അസുഖം മാറാൻ ഞാൻ കുറച്ച് മരുന്ന് മേടിച്ചു കുടിച്ചു, അതിനാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്തിനാണോ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒന്നും അവരൊക്കെ മിണ്ടായിരിക്കുവാണ്. ലാസ്റ്റ് ഇവള് വിളിച്ചുകൊണ്ട് രേവതി വിളിച്ച് ഇവൻ റൂമിലേക്ക് കയറി പോവാട്ടോ. റൂമിലേക്ക് കയറി ചെന്ന് കിടക്കുക. റൂമിൽ ചെന്ന് കിടക്കുന്നത് രേവതി നോക്കുമ്പോഴത്തേക്കും താഴെ തലയും കട്ടിലേൽ കാലും വെച്ച് ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെയാണ്. സച്ചി കുടിച്ച് വന്നിട്ട് വീട്ടിൽ കാണിച്ച് ബഹളങ്ങളും അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കഥ പോകുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കേ.